ഇപ്പൊ നമ്മളിങ്ങനെ മാനിഫെസ്റ്റേഷൻ അതിന്റെ പവർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലരും ചിന്തിക്കും എങ്കിൽ ഞാനിരുന്ന് ഇങ്ങനെ അങ്ങ് ആലോചിക്കാൻ പ്രാർത്ഥിക്കുക ഇത് മാത്രം ചെയ്താൽ മതിയെന്ന്. തോട്ട്സ്, ഇമോഷൻ, ആക്ഷൻ. 15 വയസ്സ് 10ാം ക്ലാസ് കഴിയുന്നു, +1 +2 സയൻസ് എടുക്കണോ, സയൻസ് എടുത്താൽ എഞ്ചിനീയറിങ്ങിന് പോകണം, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ 100 തരം ടെൻഷനുകളാണ് കുട്ടികൾക്ക്. ഒരു കരിയർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് ആലോചിച്ചു കഴിഞ്ഞാൽ സാധിക്കുമോ? ഒരു പെൺകുട്ടി ആഗ്രഹിക്കുക എനിക്കൊരു ഡോക്ടർ ആവണം, ഒരു ചെറിയ ചെറ്റക്കുടിൽ അവൾ ആ വീട്ടിലൊരു കീറപ്പായൽ കിടന്നുറങ്ങുക, അവൾ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുകയാണ് ഒരു ഡോക്ടറിന്റെ വെള്ള കോട്ടൊക്കെ ഇട്ട് ഒരു സ്റ്റെതസ്കോപ്പ് ഒക്കെ കഴുത്തിൽ തൂക്കി. അപ്പോൾ കരിയറിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ജോലി മാനിഫെസ്റ്റ് ചെയ്യണം. PSC എഴുതി എങ്ങനെ ജോലി മാനിഫെസ്റ്റ് ചെയ്യും? കുറച്ച് വേക്കൻസിയേ ഉള്ളൂ, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്, എനിക്ക് കിട്ടുമോ? ഈ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിനകത്ത് മൊത്തം ഡൗട്ടായി നടക്കും. സമ്പന്നനാകണമെന്ന് ആഗ്രഹമുണ്ട്, കോടീശ്വരനാകണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ജോലി വേണമെങ്കിൽ ആ ജോലി വേണമെന്നുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം എന്താണോ വേണ്ടത്. രണ്ടാമതായിട്ട് അത് നേടിയതായിട്ട് നിരന്തരം ചിന്തിക്കുക. എത്ര നാളുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക, ഇതുവരെ എനിക്ക് ലോട്ടറി അടിച്ചില്ല. പൊട്ട, ലോട്ടറി അടിക്കണം, നീ ആദ്യം ഒന്ന് ലോട്ടറി എടുക്ക്. മിക്ക പേരൻസും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഞാനൊരു ടീച്ചർ ആവാൻ ആഗ്രഹിച്ചു. അപ്പോൾ കുഞ്ഞിന് അതിനകത്ത് ഒരു അഭിരുചിയും ഇല്ലെങ്കിൽ നിർബന്ധിച്ച് പിടിച്ച് നമ്മളിപ്പോൾ ഒരു ഡോക്ടറാക്കി. ആ കുട്ടിക്ക് എഞ്ചിനീയർ ആകാനായിരുന്നു താല്പര്യം. ഒന്ന് ആലോചിച്ച് നോക്കി, ആ കുട്ടിക്ക് ആ ഒരു കരിയറിൽ ശോഭിക്കാൻ പറ്റില്ല. ജോലി വേണമെങ്കിൽ ആ ജോലി വേണമെന്നുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം എന്താണോ വേണ്ടത്. രണ്ടാമതായിട്ട് അത് നേടിയതായിട്ട് നിരന്തരം ചിന്തിക്കുക, അതിന് ഇമോഷൻ കൊടുക്കുക. അതായത് അത് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഫീലിംഗിലിരിക്കുക. മിക്ക ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷത്തിനകം അടച്ചു പൂട്ടുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരാജയം വരുമ്പോൾ അയ്യോ എൻ്റെ ബിസിനസ് തീർന്നു. ഈ നെഗറ്റീവ് ചിന്തകളാണ് അവരുടെ ബിസിനസ്സിനെ വളർത്താത്തത്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അദ്ദേഹം എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ആഴ്ചയിൽ 1000-ഓ 2000-ഓ ഏൺ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ പിന്നീട് ക്ലാസ്സിൽ പങ്കെടുത്ത് ഈ പ്രാക്ടീസുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞു. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നമ്മളൊരു 15 വയസ്സ് മുതൽ പിന്നെ കുട്ടികളെല്ലാവരും വളരെ സ്ട്രെസ്ഡ് ആണ്. എന്ത് കരിയർ തിരഞ്ഞെടുക്കണം, കരിയർ എങ്ങനെയായിരിക്കും, ഇത് സെറ്റ് ആവാനായിട്ട് സമയമെടുക്കുമോ, ഇങ്ങനെയുള്ള 100 കൂട്ടം ടെൻഷനുകളാണ്. അപ്പോൾ നിങ്ങളുടെ കരിയർ എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് എങ്ങനെ എത്താൻ സാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്നത് മൈൻഡ് പവർ ട്രെയിനറും ലൈഫ് കോച്ചുമായ സുജാർ മോഹനാണ്. ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇങ്ങനെ ഒരു കരിയർ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്തപ്പെടാനായിട്ട് നമ്മുടെ മനസ്സ് നമ്മളെ സഹായിക്കുമോ? തീർച്ചയായിട്ടും. അതെങ്ങനെ? ഇപ്പൊ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുക എനിക്കൊരു ഡോക്ടർ ആവണം. അപ്പൊ അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുക, ഒരു ചെറിയ ചെറ്റക്കുടില് അവൾ ആ വീട്ടിലൊരു കീറപ്പായൽ കിടന്നുറങ്ങുക, അവൾ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുകയാണ് ഒരു ഡോക്ടറിന്റെ വെള്ള കോട്ടൊക്കെ ഇട്ട് ഒരു സ്റ്റെതസ്കോപ്പ് ഒക്കെ കഴുത്തിൽ തൂക്കി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അതിന്റെ കോറിഡോറിലൂടെ ഇങ്ങനെ നടക്കുന്നു. പേഷ്യൻസ് വന്ന് മീറ്റ് ചെയ്തിട്ട് മാം ട്രീറ്റ് ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ മാറിയെന്നൊക്കെ പറഞ്ഞ് അവർ നന്ദി പറയുന്നു. അവരുടെ കണ്ണുകളിൽ നിന്ന് ആ ഒരു സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുന്നു. ഈ പെൺകുട്ടി എല്ലാ ദിവസവും ഇത് തന്നെ സ്വപ്നം കണ്ട് ഉറക്കത്തിലേക്ക് പോവാ. അപ്പൊ അവൾ ആ ചിന്ത സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുകയാണ്. ഇത് നിരന്തരം സ്വപ്നം കണ്ട് കഴിയുമ്പോൾ 10ാം ക്ലാസ്സിൽ ഇവൾ എങ്ങനെ നല്ല മാർക്ക് മേടിച്ച് അവൾക്ക് MBBS അഡ്മിഷൻ കിട്ടുന്നു അവൾ പോലും അറിയില്ല. ആ MBBS പാസ്സായി അടുത്ത MD എടുക്കണമെങ്കിൽ എങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവൾ ആലോചിക്കുന്നത് ഇത് ഞാൻ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തു എന്ന്. കാര്യം അവളുടെ ഉപബോധ മനസ്സിലേക്ക് അവൾ കൊടുത്ത ചിന്തകൾ മുഴുവൻ ഞാനത് ആയി തീർന്നു എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ആഗ്രഹിക്കുന്ന കരിയറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. മിക്ക പേരൻസും ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഞാനൊരു ടീച്ചർ ആവാൻ ആഗ്രഹിച്ചു. ചാക്കോ മാഷ് കളിക്കും എനിക്കത് പറ്റിയില്ല, ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാന്ന് പറഞ്ഞ പോലെ നീ എഞ്ചിനീയർ ആയാൽ മതി, നീ ഡോക്ടർ ആയാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ ഫാമിലി മൊത്തം ടീച്ചേഴ്സാ. അപ്പൊ കുഞ്ഞിന് അതിനകത്ത് ഒരു അഭിരുചിയും ഇല്ലെങ്കിൽ നിർബന്ധിച്ച് പിടിച്ച് നമ്മളിപ്പോ ഒരു ഡോക്ടറാക്കി. ആ കുട്ടിക്ക് എഞ്ചിനീയർ ആകാനായിരുന്നു താല്പര്യം. ഒന്ന് ആലോചിച്ച് നോക്കി, ആ കുട്ടിക്ക് ആ ഒരു കരിയറിൽ ശോഭിക്കാൻ പറ്റില്ല. കാര്യം അവന്റെ ആ ഒരു സ്കില്ലുകൾ അതിനകത്തല്ല. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ അവരെ ആഗ്രഹിക്കുന്ന കരിയർ തിരഞ്ഞെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് പേരൻസ് ചെയ്യേണ്ടത്. ഒരിക്കലും നമുക്ക് എന്താകാൻ പറ്റില്ല. ചില പേരൻസ് നേർച്ച നേരും
എനിക്കിതാകാൻ പറ്റില്ലെന്ന് എന്റെ കൊച്ചിനെ ഇതാക്കിക്കൊള്ളാമെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക്, നമ്മൾ പല കുട്ടികളും പറയാറുണ്ട്, അതായത് എനിക്ക് ഇന്ന കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷെ എൻ്റെ പേരൻസ് നിർബന്ധിച്ച് ഈ കോഴ്സ് എടുപ്പിച്ചു, എനിക്ക് ഇതിനകത്ത് ശോഭിക്കാൻ പറ്റുന്നില്ല, ചോദിന് പഠിക്കാൻ പറ്റുന്നില്ല. പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാലും അവർക്കൊരു മികച്ച ആ ഒരു ജോലിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കടന്നു വരാൻ പറ്റില്ല. മനസ്സിലായി. ഞാനൊരു കുഴപ്പിക്കുന്ന ചോദ്യം ചോദിക്കട്ടെ. അതായത് അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് എൻ്റെ മകൾ ഡോക്ടർ ആകണം എന്ന് ആഗ്രഹിച്ച് അവര് മാനിഫെസ്റ്റ് ചെയ്യുന്നു. മകളിപ്പുറത്തിരുന്ന് ഞാനൊരു ആർട്ടിസ്റ്റ് ആകുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം മാനിഫെസ്റ്റേഷന്റെ പവർ ആണല്ലോ. ഇങ്ങനെ വരുമ്പോ കുട്ടി എന്തായി തീരും, അല്ലെങ്കിൽ ആരുടെ പവർ ആയിരിക്കും കൂടുതൽ നിൽക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ആരാണോ നിരന്തരം കൂടുതൽ വിഷ്വലൈസ് ചെയ്യുന്നത്, ഇപ്പം അച്ഛനും അമ്മയും അത്രയും ആഗ്രഹത്തോടെ ചെയ്യാണ്, കുട്ടി ചിലപ്പോൾ ആർട്ടിസ്റ്റ് ആവണം, ചെറിയൊരു ആഗ്രഹമൊക്കെ കാണുള്ളൂ. അപ്പോൾ മറ്റുള്ളവരുടെ ആ നിരന്തരമായിട്ടുള്ള പേരൻസിന്റെ ആ ഒരു ചിന്തയും അതുപോലെ അവർ നിരന്തരം വിഷ്വലൈസേഷൻ ചിലപ്പോൾ അവർക്ക് അറിയത്തുകൂടിയില്ലായിരിക്കും. അവർ മനസ്സിൽ നിരന്തരം അത് ചിന്തിക്കുമ്പോൾ ആരാണോ കൂടുതൽ അതിനെ ആഴത്തിൽ മനസ്സിലേക്ക് കൊടുക്കുന്നത് അതായിരിക്കും മാനിഫെസ്റ്റ് ആവുക. നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ടില്ലേ, കൂട്ട പ്രാർത്ഥന, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ അത്രയും മനസ്സുകളിൽ നിന്ന് ഒരുമിച്ച് ആ പ്രാർത്ഥന വരുമ്പോൾ അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവും. അത് ശരി. കരിയർ റിലേറ്റഡ് ആയിട്ട് മാനിഫെസ്റ്റേഷന് എന്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി എന്തൊക്കെയായിരിക്കും പറയുന്നത്? കരിയറിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ജോലി മാനിഫെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ മെയിനായിട്ട് വരുന്നത് PSC എഴുതി എങ്ങനെ ജോലി മാനിഫെസ്റ്റ് ചെയ്യാം, പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ PSC പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ മെയിനായിട്ട് മനസ്സിൽ വരുന്നൊരു കാര്യം, കുറച്ച് വേക്കൻസിയേ ഉള്ളൂ, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്, എനിക്ക് കിട്ടുമോ? ഈ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് തലയും കുത്തി നിന്ന് പഠിച്ചാൽ, ചിലര് രാത്രിയിൽ കാല് ബേസിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കണ്ണിൽ തീപ്പെട്ടി കമ്പൊക്കെ വെച്ചിട്ട് തീപ്പെട്ടി കോമഡി ജഗതി കാണിക്കുന്ന പോലെ തീപ്പെട്ടി കമ്പൊക്കെ തീപ്പെട്ടിക്കുള്ളിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാതെ പഠിക്കും. പക്ഷെ മനസ്സിലെ ചിന്തകൾ മുഴുവൻ നെഗറ്റീവാണ്, ടെൻഷനാ, സ്ട്രെസ്സാ. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. എന്താണോ വേണ്ടത് അത് നിരന്തരം മനസ്സിൽ ചിന്തിക്കുക. PSC ജോലി കിട്ടി ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലിരുന്ന് വർക്ക് ചെയ്യുന്നതായിട്ട് ഇതുപോലൊരു ടേബിള്, അവിടെ ആളുടെ ആ ഒരു ഡെസിഗ്നേഷൻ വെച്ച് ആ ഒരു ബോർഡൊക്കെ വെച്ചേക്കുന്നു, ഇരുന്ന് വർക്ക് ചെയ്തിട്ട് ഒരു IAS ഓഫീസർ ആകണം, IAS ഓഫീസറായിട്ട് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്ത് പ്രസ് മീറ്റിംഗ് നടത്തുന്ന, കുടി വെച്ച കാറിൽ പോകുന്നത് നിരന്തരം മനസ്സിൽ കാണും. മനസ്സിൽ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ പഠിക്കാത്ത കുട്ടിയായിരിക്കാം, അവന് പെട്ടെന്ന് ആ ഒരു പഠിക്കണം എന്നുള്ള ആ ഒരു ചിന്ത വരികയും അവൻ ആ ആഗ്രഹത്തിലേക്ക് എത്തും. ആഗ്രഹം അതിശക്തമാകണം. മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്താണെന്നറിയാവോ? ആഗ്രഹമൊക്കെ ഉണ്ട്, ചിലപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചിന്തിക്കും, ഇടയ്ക്കിടയ്ക്ക് മാറ്റി ചിന്തിക്കും. ചിലപ്പം ഡോക്ടേഴ്സിനെ കാണുമ്പോൾ തോന്നും എനിക്ക് ഡോക്ടർ ആവണം, കാണുമ്പോൾ അതല്ല പൈലറ്റ് ആവണം. ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നാൽ ഒന്നും നടക്കില്ല. കറക്റ്റായിട്ട് കൃത്യമായിട്ടൊരു കാര്യം വേണം എന്ന് ആഗ്രഹിച്ച് അതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് നേടാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മളിങ്ങനെ മാനിഫെസ്റ്റേഷൻ അതിന്റെ പവർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലരും ചിന്തിക്കും, എങ്കിൽ ഞാനിരുന്ന് ഇങ്ങനെ അങ്ങ് ആലോചിക്കാൻ, പ്രാർത്ഥിക്കാം, ഇത് മാത്രം ചെയ്താൽ മതിയെന്ന്. അങ്ങനെയാണോ നടക്കുക? തോട്ട്സ്, ഇമോഷൻ, ആക്ഷൻ, ഇത് മൂന്നും വേണം. ചിന്തിക്കണം, അതിന് വേണ്ടുന്ന ഇമോഷൻ കൊടുക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിനകത്ത് മൊത്തം ഡൗട്ടായി നടക്കും. സമ്പന്നനാകണമെന്ന് ആഗ്രഹമുണ്ട്, കോടീശ്വരനാകണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് വേണ്ടുന്ന അഫർമേഷൻ പറയുന്നുണ്ട്, ഐ എം എ ബില്യനർ എന്നൊക്കെ അഫർമേഷൻ പറഞ്ഞു. മനസ്സിനകത്ത് മൊത്തം ദൈവമേ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ പാടുപെടുക, 5 പൈസ കയ്യിലെടുക്കാനില്ലല്ലോ. ഇവിടെ കൊടുക്കുന്ന ഇമോഷൻ എന്താ? നെഗറ്റീവ് ഇമോഷനാ. ചിന്തകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻ കൊടുത്തോണ്ടിരിക്കും, അവിടെ വർക്ക് ആവത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഒരു ജോലി വേണമെങ്കിൽ ആ ജോലി വേണമെന്നുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം എന്താണോ വേണ്ടത്, രണ്ടാമതായിട്ട് അത് നേടിയതായിട്ട് നിരന്തരം ചിന്തിക്കുക, അതിന് ഇമോഷൻ കൊടുക്കുക, അതായത് അത് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഫീലിംഗിൽ ഇരിക്കുക. അതുപോലെ തന്നെ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതെ റിസൾട്ട് കിട്ടില്ല. ഒരു വ്യക്തി ഗുരുവായൂരപ്പനോട് എന്നും ചെന്ന് പ്രാർത്ഥിക്കും, ഭഗവാനെ എനിക്ക് ലോട്ടറി അടിക്കണേ. നിരന്തരം പ്രാർത്ഥിച്ചു. ഒരു ദിവസം ചെന്നിട്ട് പറഞ്ഞു, ഭഗവാനെ ഇനി ഞാൻ വരില്ല നിന്റെ മുമ്പിൽ, എത്ര നാളുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക, ഇതുവരെ എനിക്ക് ലോട്ടറി അടിച്ചില്ല. അപ്പൊ ഭഗവാൻ പറയും, എടാ പൊട്ട, ലോട്ടറി അടിക്കണോ, നീ ആദ്യം ഒന്ന് ലോട്ടറി എടുക്ക്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ജോലി വേണം, ആ ജോലിക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു CV അയക്ക്, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, ഇതൊന്നും ഇല്ലാതെ ചുമ്മാതിരുന്ന് എനിക്ക് ജോലി കിട്ടി. ആക്ഷൻ എടുക്കണം. എപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ആക്ഷൻ എടുക്കണം അല്ലേ? പൈസ നേടണമെന്ന് ആഗ്രഹമുണ്ട്, ആക്ഷൻ എടുക്കാം. ആ ആക്ഷൻ പാർട്ട് വരുമ്പോ എല്ലാവർക്കും ഈസി ആയിട്ട് ഇങ്ങനെ വരണം. ലോട്ടറി അടിച്ച് കിട്ടണം, ഒരു സുപ്രഭാതത്തിൽ എനിക്കങ്ങ് സമ്പന്നനായി മാറണം. നമ്മൾ നിരന്തരമായിട്ട് ഈ വിഷ്വലൈസേഷനും ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം നമ്മളിലേക്ക് പൈസ വരണമെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാതെ ഒന്നുകിൽ ഒരു ജോലി ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്താൽ വെറുതെ പൈസ വരില്ല. അപ്പൊ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. ഇപ്പൊ ചേച്ചിയുടെ ഈ ഒരു ഇത്രയും ഉള്ള ടീച്ചിങ് കരിയറിൽ അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ ട്രെയിനിങ് കരിയറിൽ
ഒരു കരിയറിന് വേണ്ടിയിട്ട് വന്ന് അതിൽ സക്സസ്ഫുൾ ആക്കിയ ഒരുപാട് ലൈഫ് സ്റ്റോറീസ് ഉണ്ടാവില്ലേ? അതിൽ ചേച്ചിയെ സ്വാധീനിച്ച ഒരാളുണ്ടോ? തീർച്ചയായിട്ടും. അതായത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അദ്ദേഹം എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആഴ്ചയിൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കൂടുന്ന സമയത്ത് 1000-ഓ 2000-ഓ ഏൺ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്ന് പിന്നീട് ക്ലാസ്സിൽ പങ്കെടുത്ത് ഈ പ്രാക്ടീസുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ സക്സസ് സ്റ്റോറി നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ദിവസം ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന ലെവലിലേക്ക് എത്തി. ഇന്ന് സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് ഈ ഗോൾഡ് കവറിംഗ് ഓർണമെന്റ്സിന്റെ ബിസിനസ്സാണ് അദ്ദേഹം. കോഴിക്കോടുള്ള സ്റ്റുഡന്റ് ആണ്. ഇന്ന് അതിൽ സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതാണ് മൈൻഡ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് അത്രയും പറ്റ ഡൗൺ ആയിരിക്കുമ്പോഴും നമ്മുടെ മൈൻഡ് പവർ കറക്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നത് പോലും എങ്ങനെയാ? മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ടാ. പലരും വിചാരിക്കുന്ന മിക്ക ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്ത് 1 വർഷത്തിനകം അടച്ചു പൂട്ടുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞ് ബിസിനസിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുന്നില്ല, ഇറങ്ങിത്തിരിക്കുന്നു. അതൊരു റീസൺ ആണ്. ചെറിയൊരു പരാജയം വരുമ്പോൾ അയ്യോ എൻ്റെ ബിസിനസ് തീർന്നു, ഈ നെഗറ്റീവ് ചിന്തകളാണ് അവരുടെ ബിസിനസ്സിനെ വളർത്താത്തത്. അപ്പോൾ നമുക്ക് ആ ബിസിനസ് വളരണമെങ്കിൽ പോലും നമ്മുടെ മൈൻഡ് സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് പോകും. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവർ ഒരു കട തുടങ്ങി, അതിൻ്റെ ഇപ്പുറത്തെ കട മേടിച്ചു, ഇപ്പുറത്തെ കട മേടിച്ചു, ആ ഏരിയ മൊത്തം അവർ സ്വന്തമാക്കും. അത് ശരിയാണ്. പവർ ഓഫ് മൈൻഡ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ നിങ്ങളതായിത്തീരും. അപ്പൊ നിരന്തരമായിട്ട് വേണ്ട കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. വേണ്ടാത്തത് ചിന്തിക്കുമ്പോഴാണ് ബിസിനസ് തകർച്ചയിലേക്ക് പോകുമ്പോൾ അയ്യോ ആരെങ്കിലും ചോദിക്കുക എങ്ങനെയുണ്ട് ബിസിനസ്, അത് കൊറോണയ്ക്ക് ശേഷം ബിസിനസ് ഭയങ്കര ഡള്ള. അതൊരു പാട്ട് പോലെ പാടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. കൊറോണയ്ക്ക് ശേഷം ബിസിനസ് ഡള്ള. 10 പ്രാവശ്യം പാട്, സബ് കോൺഷ്യസ് മൈൻഡ് പതുങ്ങി കഴിഞ്ഞാൽ ഏത് ബിസിനസ് ആ ഒരു അവസ്ഥയിൽ പോകും. അതുകൊണ്ട് എൻ്റെ ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയുള്ളത് പറയരുത്. നിരന്തരം എന്ത് വേണം? ഞാനൊരു ബില്ലനെയർ ആണ്. ഞാനിപ്പോ വീഡിയോയിലൊക്കെ ബില്ലനെയർ എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയും എന്തിനാ ഇങ്ങനെയൊക്കെ തള്ളുന്നത്. ഏറ്റവും വലിയ തള്ളിസ്റ്റാണ് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും വലിയ മാനിഫെസ്റ്റർ. സത്യം. ഞാൻ ഇതുപോലെ BMW കാര്യം പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ പറയും ഇവള് ഇങ്ങനെ പറച്ചിലേ ഉള്ളൂ. ലാസ്റ്റ് ഞാനത് എടുത്ത് കാണിച്ചിട്ട് കാർ എടുത്ത് അതിനുശേഷം ഇപ്പൊ എന്ത് കാര്യം പറഞ്ഞാലും അണ്ണം പറയാം എനിക്ക് വിശ്വാസമാണ് നിന്റെ, നീ എന്ത് പറഞ്ഞാലും നീ അത് ചെയ്ത് കാണിക്കും. ശരിക്കും നമ്മൾ അത്രയും ബിലീഫോടുകൂടി എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാൽ, ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയാണ് ഞാനൊരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങിച്ചിരിക്കും വീണ. ഈ ഇന്റർവ്യൂ കണ്ടിട്ട് പ്രൈവറ്റ് ജെറ്റ് ഞാൻ സ്വന്തമാക്കിയിരിക്കും. അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇനി ഇതുപോലൊരു ഇന്റർവ്യൂവിൽ വരും. 100 കോടി ആസ്തിയുള്ളപ്പോൾ ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങിക്കാൻ പാടില്ല. ഞങ്ങള് മാൽദീവ്സിൽ പോയിട്ട് വന്ന സമയത്ത് TS കല്യാണരാമന്റെ കല്യാൺ സിൽക്സിന്റെ ഒരു പ്രൈവറ്റ് ജെറ്റ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കിടക്കുന്ന കണ്ടു. ഞാൻ മനസ്സുകൊണ്ട് അപ്പോഴൊരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങിച്ചാൽ ഇപ്പുറത്തം കിട്ടും. മനസ്സിനകത്ത് ഞാനത് വാങ്ങിക്കഴിഞ്ഞു. നിരന്തരം പൈലറ്റ് വണ്ടി എടുക്കും, സ്വിറ്റ്സർലൻഡിൽ പോകുന്നു, UK പോകുന്നു, US പോകുന്നു. ഇത് പറയുമ്പോ വീണയ്ക്ക് തോന്നി ഒരു എക്സാമ്പിൾ പറയാം, തള്ളാണല്ലോ. പക്ഷേ നമ്മളെ മുന്നോട്ട് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ ഇതുപോലെ വന്നിരുന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. ഞാൻ പറയും വീണ ഇതാണ് എന്റെ പ്രൈവറ്റ് ജെറ്റ്, ബാ. ഞാൻ സ്റ്റുഡൻസിനോട് പറയാറുണ്ട് ആർക്കൊക്കെ ടീച്ചറമ്മയുടെ പ്രൈവറ്റ് ജെറ്റ് കയറണം, എനിക്ക് ഒറ്റ എണ്ണത്തിനെ കയറില്ല, സ്വന്തമായിട്ട് മേടിച്ചോണം എന്ന് പറയും. എന്തുകൊണ്ട് മേടിക്കാൻ പറ്റില്ല? ആഗ്രഹിച്ചാൽ എന്തും കിട്ടുമെങ്കിൽ എന്തിന് ചെറുത് സ്വപ്നം കാണണം. തീർച്ചയായും. അതായത് ചിലർ പറയും എന്റെ വിധിയാണ്, ഞാൻ ഇങ്ങനെ കിടന്ന് നരയിക്കണം എന്നുള്ളത് എന്റെ വിധിയാണ്. അങ്ങനെ വിധിയാണെങ്കിൽ വീണ ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന് ആരോടെങ്കിലും പാർഷ്യാലിറ്റി ഉണ്ടോ? വീണയ്ക്ക് കൂടുതൽ കൊടുക്കണം, സുജയ്ക്ക് കുറച്ച് കൊടുക്കണം, വേറൊരാൾക്ക് മീഡിയം ലെവലിൽ കൊടുക്കണം. നമുക്ക് മക്കള് 5 പേരുണ്ട്, 5 പേർക്ക് നമ്മൾ ഈക്വൽ ആയിട്ടല്ലേ കൊടുക്കും. ദൈവം ആരോടും പാർഷ്യാലിറ്റി കാണിക്കത്തില്ല. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണോ അതിനനുസരിച്ചുള്ളതേ നമ്മളിലേക്ക് വരുത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇല്ലായ്മക്കാരനാണ്, ബുദ്ധിമുട്ടാണ്, എനിക്ക് കഷ്ടപ്പാടാണ് എന്ന് നിരന്തരം പറയാതെ എനിക്ക് എങ്ങനെ സമ്പന്നനാകാം. ചിലർ ചിന്തിക്കുന്ന സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ വളരെ മോശം. എന്നെ പറ്റി തന്നെ പറയാറുണ്ട് ഇവർ ഭയങ്കര മണി മൈൻഡഡാ. യെസ്, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. മണി മൈൻഡഡ് ആകണം. മണി മൈൻഡഡ് എന്ന് പറഞ്ഞാൽ മോശം രീതിയിലല്ല നമ്മൾ പണം സമ്പാദിക്കുന്നത്. നന്മയുടെ മാർഗത്തിലൂടെ, സത്യത്തിന്റെ മാർഗത്തിലൂടെ നമുക്ക് എത്ര പണം സമ്പാദിച്ചാലും അത് നിലനിൽക്കും. എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. നമ്മളിപ്പോ ബൈബിൾ എടുത്താലും ഖുർആൻ എടുത്താലും ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന അങ്ങേയറ്റം പണം നിങ്ങൾ സമ്പാദിക്കാം. ഖുർആനിൽ പറയുന്നുണ്ട് ഹലാലായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഹലാൽ. സത്യത്തിന്റെ മാർഗത്തിലൂടെ നിങ്ങൾ എത്ര സമ്പാദിക്കുക, എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നതാണ്. നിങ്ങൾ നന്മയുടെയും സത്യത്തിന്റെയും മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന പണം എത്ര സമ്പാദിച്ചാൽ അത് ഈശ്വരന് ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പണം വേണമെന്ന് ചിന്തിക്കണം. അതൊരിക്കലും ഒരു മോശം കാര്യമായിട്ട് കരുതരുത്. അങ്ങനെ ചിന്തിച്ചാലേ പണം വരൂ. തീർച്ചയായിട്ടും. എനിക്ക് പണമൊന്നും വേണ്ട, നമുക്ക് പണമൊന്നും അല്ല വലുത്, നമുക്ക് ബന്ധങ്ങളാ വലുത്. ചിലർ പറയാറുണ്ട് സമാധാനമാണ് വലുത്, സന്തോഷമാണ് വലുത്. പണക്കാരൊക്കെ ഒന്നും ഒരു സന്തോഷമൊന്നും ഇല്ല. അവര് പൈസയൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് എന്നും ടെൻഷനും സ്ട്രെസ്സും. അങ്ങനെയല്ല. സമ്പന്നന്മാരെല്ലാവരും ഈ പറഞ്ഞ സ്ട്രെസ്സിലും ടെൻഷനിലും അല്ല, ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഹാപ്പി
ബില്യനേഴ്സ് ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. അവിടെ പൈസയും വേണം, ഒപ്പം നമുക്ക് സന്തോഷവും വേണം. കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഒരു സിവിൽ സർവീസ് ഓഫീസർ ആകണം, അല്ലെങ്കിൽ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, ഈ രീതിയിൽ ആഗ്രഹിച്ചു വരുന്ന ചെറിയ കുട്ടികൾ ചേച്ചിയുടെ ക്ലാസ്സിലുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറയും മക്കളെ, നിങ്ങളൊരു വലിയ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് മൈക്കിലൂടെ സംസാരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ആ ആഗ്രഹത്തിലേക്ക് എത്തിയതെന്ന് നിരന്തരം മനസ്സിൽ കാണും. അപ്പോൾ അവരിതിങ്ങനെ നിരന്തരം മനസ്സിൽ ഇങ്ങനെ കാണുകയാണ്. വേണമെങ്കിൽ കണ്ണാടിക്ക് മുമ്പിൽ ഒരു പൗഡറിനെ എടുത്ത് വെച്ച് മൈക്കിലൂടെ സംസാരിക്കുന്നതായിട്ടൊക്കെ ഇമാജിൻ ചെയ്യും. ഓരോ സെലിബ്രിറ്റീസ് പറയുന്നത് കേട്ടിട്ടില്ലേ, ഞങ്ങൾക്ക് ഓസ്കാർ അവാർഡ് വേണം, ഞങ്ങൾ ഇരിക്കുന്ന ഷാമ്പു ബോട്ടിലും പൗഡറിനും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഓസ്കാർ അവാർഡ് ഞങ്ങൾ വാങ്ങിച്ചിട്ടൊക്കെ നിരന്തരം ഫേമസ് ആയിട്ടുള്ള ബോളിവുഡ് സ്റ്റാർസ് ഒക്കെ പറയുന്നത്. നിങ്ങൾ എന്ത് മനസ്സിൽ കാണുന്നത് ആകാൻ പറ്റും. അതുകൊണ്ട് ഡോക്ടർ ആകണോ, എഞ്ചിനീയർ ആകണോ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ, ഏതൊരു ജോലിയാണോ, തീർച്ചയായിട്ടും ആ ജോലി നമ്മൾ നേടിക്കഴിഞ്ഞതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുകയും അതിന് വേണ്ടുന്ന അഫർമേഷനും ആ ആഗ്രഹം അത് തീവ്രമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് എത്തും അല്ലെ. ഇപ്പോ ചേച്ചിയുടെ ആദ്യത്തെ സിൽവർ ക്ലാസ്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് കരിയർ മാത്രമാണ് എൻ്റെ ഒരു ഫോക്കസ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ വേറെ പല ആവശ്യങ്ങൾ വന്നിട്ടുള്ള ആൾക്കാരുണ്ടാകില്ലേ, അവരുടെ ഇടയിൽ എന്റെ ഈ ആഗ്രഹം മുങ്ങിപ്പോകുമോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമോ? നമുക്കൊരു കാറിന്റെ 4 ടയറുകൾ പോലെയാണ് ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി. ഈ ഏതെങ്കിലും ഒരു ടയർ എന്താ പറയാ ചീത്തയായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 3 ടയറും വെച്ച് കാർ ഓടിച്ച് നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റില്ല. സോ ഓൾ ദീസ് ഏരിയാസ് ആർ ഇന്റർ കണക്റ്റഡ്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, കോടീശ്വരനാണ്, ആരോഗ്യമില്ല, അദ്ദേഹത്തിന് ജീവിതം ആസ്വദിക്കാൻ പറ്റും? ആരോഗ്യമില്ല. ഇനി സമ്പന്നനാണ്, റിലേഷൻഷിപ്പിൽ മൊത്തം പ്രശ്നങ്ങളാണ്, അദ്ദേഹത്തിന് ജീവിതം സന്തോഷകരമാക്കില്ല, ഒരിക്കലും അല്ലേ? അതുപോലെ ഒരു വ്യക്തിക്ക് റിലേഷൻഷിപ്പ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ പൈസ ഇല്ല, കിടന്ന് സ്ട്രഗിൾ ചെയ്യാം. സോ ഒരു മനുഷ്യന് ഈ 4 ഏരിയാസിലും സക്സസ്ഫുൾ ആകണം. പ്ലസ് 5ാമതൊന്ന് ഞാൻ പറയും 24/7 ഹാപ്പിനെസ്. ആ സന്തോഷം കൂടെ ഉണ്ടെങ്കിൽ അതല്ലേ യഥാർത്ഥ സക്സസ്. വീണെന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ കോടീശ്വരന്മാരെ കാണുമ്പോൾ നമ്മൾ പറയും കോടീശ്വരനാണ്, അയാൾ പൂർണ്ണമായിട്ട് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താ, അയാൾക്ക് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ പ്രശ്നം കാണും, ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് കാണും, സ്ട്രെസ് അടിച്ചായിരിക്കും ബിസിനസ്. നമ്മൾ ഫേമസ് ആയിട്ടുള്ള പല ബിസിനസ്സുകാരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ അവർ പറയും സ്ട്രെസ് ഉണ്ട്, കാര്യം ഇത്രയും വലിയ ബിസിനസ് ചെയ്യുന്നതല്ലേ, ബിസിനസ് ചെയ്യുമ്പോൾ സ്ട്രെസ് വരുന്നത് നോർമലാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, നമുക്ക് വളരെ സന്തോഷമായിട്ട് ഈസി ഫ്ലോയിൽ ഹാപ്പിയായി ഇരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. മൈൻഡ് പവറും കൂടെ കറക്റ്റായിട്ട് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ബിസിനസ് ആണെങ്കിലും ജോലി ആണെങ്കിലും ഇപ്പോൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ടീച്ചറമ്മ ഞാൻ IT ഫീൽഡിൽ IT-ലാവുമ്പോഴത്തേക്ക് അറിയാമല്ലോ സ്ട്രെസ് നോർമൽ, ഇതൊരു ഇക്വേഷൻ പോലെ ഇവർ പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ കൂടുതൽ അവർ സ്ട്രെസ്. അപ്പൊ ഞാൻ പറഞ്ഞു തിരിച്ചൊന്ന് പറഞ്ഞു നോക്കി, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ 24/7 ഹാപ്പിനെസ്. അതൊരു സ്റ്റുഡൻറ്റ് അതിങ്ങനെ പറഞ്ഞ് ഇപ്പോൾ എനിക്ക് സ്ട്രെസ് വരുന്നില്ല ടീച്ചർമാർ, വർക്ക് ചെയ്യാനുണ്ട്, ഓക്കെ ഈ വർക്ക് ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കും, എന്നെ കൊണ്ട് അത് പറ്റും, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഞാനത് ചെയ്യും, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാനത് ചെയ്യും. ആ ഒരു പോസിറ്റീവ് മനോഭാവത്തിൽ ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് സമയത്തിന് മുന്നേ തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നൊരു സാഹചര്യങ്ങൾ വന്ന് അവരത് കറക്റ്റ് ചെയ്ത് തീർക്കുക, സ്ട്രെസ്സും ടെൻഷനും ഇല്ല. അപ്പോൾ ഇതെല്ലാം എന്താണ്, നമ്മൾ മനസ്സിന് എന്ത് നിർദ്ദേശം കൊടുക്കുന്നു, മനസ്സ് നല്ലൊരു അടിമയാണ്, നമ്മൾ അങ്ങോട്ട് എന്ത് നിർദ്ദേശം കൊടുക്കുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. ചില ആളുകൾ ഉണ്ടാവില്ലേ, അവർക്ക് ചിലപ്പോൾ ഒരു ഒട്ടും ഒപ്റ്റിമിസ്റ്റ് ആയിരിക്കില്ല, അങ്ങനെയുള്ള ശുഭാപ്തി വിശ്വാസങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. അവരെ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ കരിയർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലാസ്സുകൾക്ക് സാധിക്കുമോ? ഇപ്പോൾ നിരീശ്വരവാദിയായിട്ടുള്ളൊരു വ്യക്തി, ആ വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന എന്തോ ഒരു ശക്തി ഉണ്ടായിരിക്കണമല്ലോ. ഇത്രയും കോടാനുകൂടി മനുഷ്യരെയും ഈ നക്ഷത്രങ്ങളെയും ഈ ആകാശത്തെയും ഒക്കെ എന്തൊക്കെയോ ഒരു ശക്തിയുണ്ട്. അപ്പൊ ആ ഒരു ശക്തിയെ നമുക്ക് പ്രപഞ്ച ശക്തി എന്ന് വിളിക്കാം. നിങ്ങൾ ആ ഒരു ശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ദൈവവിശ്വാസം ഉള്ളവരാണെങ്കിൽ ദൈവത്തെ വിളിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രപഞ്ച ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുക. എന്നിട്ട് ആ ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ട്. ശരിക്കും നമ്മൾ ഒരു ലൈഫിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ പലരും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരും കൂട്ടില്ല, എന്നെ ഒന്ന് കേൾക്കാൻ ആരുമില്ല. നേരെ മറിച്ച് നമ്മളൊരു വിശ്വാസിയാണ്, അല്ലെ നമുക്ക് ഈ ദൈവം കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ തളർന്നു പോകില്ല. എപ്പോഴും നമുക്ക് ആ ഒരു ശക്തി മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം തരും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ ഫ്രണ്ട് സർക്കിൾ എന്നുള്ള ഒരാളല്ല. കാര്യം വെച്ചാൽ നമ്മൾ ഈ കൂടുതൽ പോസിറ്റീവായി വരുമ്പോൾ നമ്മുടെ വൈബിന് മാച്ച് ആവുന്ന ആൾക്കാരെ കിട്ടാൻ ഭയങ്കര പാടാണ്. കാര്യം ഈ 24/7 ഹാപ്പിനെസ്സിലിരിക്കുക. പിന്നെ സ്റ്റുഡൻസ് ഉണ്ട്, സ്റ്റുഡൻസ് നമുക്ക് ഫ്രണ്ട്സ് ആക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈശ്വരനോടാണ്. അപ്പോൾ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും ഞാൻ ഇങ്ങനെ ഈശ്വരനോട് പറയും, ദൈവമേ എനിക്ക് ഇന്ന കാര്യം നടത്തി തരണേ. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാറുണ്ട്. അപ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ ഓരോ സ്റ്റുഡൻസിനോടും പറയാറുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് മതമാണെങ്കിലും, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണെങ്കിലും ആ ദൈവത്തെ മുറുകെ പിടിക്കുക. വിശ്വാസത്തോട്, ബിലീഫ് എന്ന് പറയുന്ന ലോ ഓഫ് അട്രാക്ഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ബിലീഫ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും
എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ പ്ലാറ്റിനം മെമ്പർ എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുകയാണ്. കരിയർ എന്നുള്ളതായിരുന്നു എന്റെ ആവശ്യം. കരിയറിലൂടെ ഞാൻ വന്നു, അതിനുശേഷം ഞാൻ എന്റെ ലൈഫിൽ എന്റെ ഒരു മാരിറ്റൽ ലൈഫിലേക്ക് കടന്നപ്പോൾ എന്റെ കുടുംബ പ്രശ്നങ്ങളിലേക്ക് വന്നു. ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ചേച്ചി ഡീൽ ചെയ്യും? തീർച്ചയായിട്ടും. പ്ലാറ്റിനത്തിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവർ ഇതുപോലെ ഒരു 1-to-1 സെഷനിൽ വരുമ്പോൾ ഇവരുടെ എല്ലാ ഏരിയാസും ഞാൻ ചോദിച്ചു മനസ്സിലാക്കും, ഏതൊക്കെ ഏരിയാസിലാണ് ഇവർക്ക് ഹെൽപ്പ് വേണ്ടത്. അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്തിട്ട് അതിനെല്ലാത്തിനും പെർഫെക്റ്റ്, അവർക്ക് ഹെൽത്ത് ഇഷ്യൂ ആണ്, ആ പെർഫെക്റ്റ് ഹെൽത്തിലേക്ക് എത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. റിലേഷൻഷിപ്പ് ഇഷ്യൂ, കരിയർ ഇഷ്യൂ, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇല്ല, എല്ലാത്തിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുത്ത് അത് നിരന്തരമായിട്ട് അതിന് വേണ്ടുന്ന പ്രാക്ടീസും പറഞ്ഞു കൊടുത്ത് ഇവർ ഡെയിലി ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ ഇവർക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ കിട്ടുകയാണ്. അല്ലേ? അപ്പൊ ഇത് എങ്ങനെയാ ചേച്ചി ഈ സമയം മാനേജ് ചെയ്യുന്നത്? ഇതിലൊക്കെ എല്ലാവർക്കും നമ്മൾ വലിയ സമയം കൊടുക്കണ്ടേ? അതായത് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിൽവർ ഗോൾഡ് പ്ലാറ്റിനം ക്ലാസ് മാത്രമല്ല, ടീനേജേഴ്സിനുള്ള ക്ലാസ്സുകളുണ്ട്, സെലിബ്രിറ്റീസിനുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ സെലിബ്രിറ്റീസിന് അവരുടെ സമയത്തിനനുസരിച്ച് നമ്മൾ അവൈലബിൾ ആയേ പറ്റും. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കറക്റ്റായിട്ടൊരു പ്ലാനിങ്ങിൽ ഞാൻ പോകും. എനിക്ക് ഡെയിലി പ്ലാറ്റിനത്തിന് വരുന്ന 1-to-1 സെഷൻസ് കൊടുക്കാൻ പാർട്ടിക്കുലർ ടൈം വെച്ചിട്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ അവർക്ക്, ബാക്കിയുള്ളതൊക്കെ ഗ്രൂപ്പ് സെഷൻസ് ആണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലിയാണെങ്കിൽ അവിടെ നമ്മുടെ പാഷനാണ്. വീണ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ശോഭിക്കുന്നത്? ഇത് വീണയുടെ പാഷനാണ്. വീണ ചെയ്യുന്നതുകൊണ്ട് ഞാൻ നാളെ ഈ പരിപാടിക്ക് ഇറങ്ങി എനിക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റത്തില്ല. കാര്യം എന്താ? എൻ്റെ പാഷൻ ഇതല്ല, എന്നെ കൊണ്ട് നടക്കത്തില്ല. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കാര്യം, എനിക്ക് ഒന്നാമത് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കോച്ചിങ് എന്ന് പറയുന്നത് അത് ഒരുപാട് പേരുടെ ലൈഫിൽ ആ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സഹായിക്കുക, അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടുത്തിയെടുക്കുക. നമുക്ക് വലിയൊരു പർപ്പസ് ഉണ്ട്, നമുക്ക് ദൈവം തന്നിട്ടുള്ള ആ ഒരു ഡിവൈൻ ലൈഫ് പർപ്പസ് ഉണ്ട്. ശരിക്കും ഓരോ മനുഷ്യനുണ്ട് ലൈഫ് പർപ്പസ്. ഇപ്പൊ വീണയുടെ ലൈഫ് പർപ്പസിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് സക്സസ് കിട്ടുന്നത്. ഞാൻ എന്റെ ലൈഫ് പർപ്പസിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് സക്സസ് കിട്ടുന്നത്. അപ്പൊ ആ ഒരു ലൈഫ് പർപ്പസിൽ ജീവിക്കുമ്പോൾ നമ്മൾ അതിനെ അത്രയും എൻജോയ് ചെയ്ത് പാഷനോടെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്കൊരു മടുപ്പേ ഫീൽ ചെയ്യത്തില്ല. എത്ര ചെയ്താലും നമുക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടും മടുപ്പും ഉണ്ടാവത്തില്ല. അപ്പോൾ ഏതായാലും കരിയറിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരുണ്ട്, ജീവിതത്തിലെ മറ്റ് പല പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. ആദ്യം ആലോചിക്കേണ്ടത് ടെൻഷൻ നിർത്തുക എന്നുള്ളതാണ്. പിന്നെ തീർച്ചയായിട്ടും ടീച്ചറമ്മയുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ചേച്ചി, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ടൈം.